ഗ്രൂം ബൈ വിഷ്ണു ഉറപ്പായിട്ട് വിടണമില്ലല്ലോ ജൂനിയറുകൾ ബ്രോ. ജൂനിയറുകൾ വരുന്നതിന്റെ ഡെവിൻ ബ്രോ ഞാൻ ഇച്ചിരി തിരക്ക്, ഞാൻ അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ ക്യൂട്ടിഫൈ ഓക്കെയാണ് ബ്രോ. ഓക്കെയാണ്. ഓൾ ദ വെരി ബെസ്റ്റ് അണ്ണാ. ഞാൻ +2-ലാണ്. പെണ്ണ് സെറ്റ് ആവാനുള്ള ടിപ്സ് തരാമോ? പറഞ്ഞു കൊടുത്തേടാ. എടാ നീ ഒന്ന് പറഞ്ഞു കൊടുത്തേടാ. എനിക്ക് ടിപ്സ് ഇല്ല എടാ നമ്മുടെ എമിൽ ജേക്കബ് പറഞ്ഞോടെ. നമ്മൾ ലോയൽ ആയിരിക്കണം ബ്രോ. ഫസ്റ്റ് തിങ് അതാണ്. ലോയൽ ആയിരിക്കണം. പിന്നെ ജെനുവിനിറ്റി നമ്മൾ നഷ്ടപ്പെടുത്തരുത്. പിന്നെ നമ്മൾ ജെനുവിൻ ആകുന്ന 2 ഉപയോഗങ്ങളുണ്ട്. നമ്മൾ ജെനുവിൻ ആയിരിക്കും, അവൾ ആരെങ്കിലും കൂടെ ഇറങ്ങി പോകും, കൺഫേം നമ്മൾ നോമ്പിക്കും. അങ്ങനെയാണ് സാധാരണ ഇപ്പൊ നടക്കുന്ന കേസ്. ഈ ലൈവ് കഴിയുമ്പോഴോടെ ബോബിന്റെ എക്സുകളൊക്കെ ലൈവ് ഇടാൻ തുടങ്ങും. ഒരു സംശയമില്ല അതില്. അതെ എല്ലാം ഫേക്ക്. നിങ്ങളുടെ എല്ലായിടത്തും വന്ന് പറഞ്ഞിട്ട് കുറെ പേരടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് ആർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ വന്ന് ലൈവ് ഇട്ടങ്ങ് പറയാമെന്ന് വിചാരിച്ച ഗൈസ്. ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ട്രിവാൻഡ്രം വീട് എന്നുള്ള കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ ജോലി എല്ലാ കാര്യങ്ങളും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ ആകെ പുറത്ത് പോകുന്നത് ഈ കോളേജസിലൊക്കെ ഇവൻസിന് കുറേ എന്നെ വിളിക്കുന്നുണ്ട്. അങ്ങനത്തെ ഇവൻസിന് മാത്രമാണ് തൽക്കാലം ഈ ഒരു മന്ത് എനിക്ക് പോകാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും നിങ്ങളൊരു 10 ദിവസം വെയിറ്റ് ചെയ്താൽ, അതായത് എനിക്കറിയാം ഗ്യാങ് RP ഭയങ്കര ഇതായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അവരുടെ അടുത്ത് കളിച്ചു തുടങ്ങാൻ പറഞ്ഞത് ഗൈസ്. നിങ്ങൾ നിങ്ങൾക്ക് ആ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ ഡിലേ വരരുത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവരുടെ അടുത്ത് കളിച്ചു തുടങ്ങാൻ പറഞ്ഞത്. ഞാൻ വരാൻ നോക്കിയിരുന്ന ഇതിൽ ഈ ഒരു മന്ത് നിങ്ങൾ എൻ്റെ ഓഡിയൻസ് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം. എനിക്കറിയാം ലൈക്ക് ഞാൻ ഇപ്പോഴും ലൈവ് ഇടുമ്പോൾ എനിക്കൊരു 10K ആൾക്കാർ എപ്പോഴും നമ്മുടെ ലൈവ് കാണാൻ വരാറുണ്ട്. അവരുടെ അടുത്ത് എനിക്ക് പറഞ്ഞാൽ മതി. ലൈക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്കൊരു വ്യൂ അക്കൗണ്ട് അല്ലെങ്കിൽ വ്യൂ ഡ്രോപ്പ് എനിക്ക് കൺസേൺ ഉള്ള കാര്യമല്ല. നിങ്ങളുടെ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻലി വന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു മന്ത് എനിക്കൊരു ടൈം തരണം. കുറേ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ ലൈവിലൊരു കുഞ്ഞാവയും കൂടെ ഞാൻ കൊണ്ടുവരാം. അപ്പം ഞാൻ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് സത്യം പറഞ്ഞാൽ. ടീഷർട്ട് ബിസിനസ് എന്തായി ബ്രോ? അതെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് നിർത്തിയേക്ക്. ഇപ്പം വീട്ടിൽ തന്നെ നമ്മൾ ബ്രോ ജൂനിയർ വന്നിട്ട് ഞാൻ കാണാൻ വരുന്നുണ്ട്. കാണാൻ വരുമ്പോൾ വിപിൻ ദാസ് ബ്രോ കാണാൻ വരുമ്പോൾ കയ്യോടെ എന്തെങ്കിലും കൊണ്ടുവരണം. സത്യം പറഞ്ഞോണ്ടല്ലോടാ. ഞാൻ ഈ ഇടയ്ക്ക് ഗൈസ്, നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ കാണാൻ വീട്ടിലോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഗൈസ്, നിങ്ങളെല്ലാവരും കേട്ടോ, നിങ്ങളെല്ലാവരും വീട്ടിലോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാനിപ്പം ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ ഉണ്ടെന്നുള്ളൂ, കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ചെറുപ്പം തൊട്ടേ ഈ നമുക്ക് PS5 PS6 PS5 Proയും ഒക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചില് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ഒരു ഗെയിമിംഗ് ഇത് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ ഇങ്ങനെ വായിച്ചപ്പോ. ഇപ്പൊ പുതിയത് വരുമ്പോ പുതിയ അഡ്വാൻസ് കാർഡ്, നല്ല കീബോർഡ്സ്, മൗസ്, ഇതൊക്കെ ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് കരയുന്ന സമയത്ത് നമ്മള് ഒരു നല്ല മൗസ് ഒക്കെ എടുത്ത് കൈ കൊടുത്തു കഴിഞ്ഞാൽ കരച്ചിലൊക്കെ മാറും. അപ്പൊ അന്നേരം നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഗിഫ്റ്റുകളായിട്ട് വരണം. മനസ്സിലായോ? ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോ കുഞ്ഞിനൊരു 50-90 കൊണ്ട് നേരെ കുഞ്ഞിനാന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഞാൻ ഉറപ്പായിട്ടും സ്വീകരിക്കും. ഞാൻ നോ പറഞ്ഞ് നിങ്ങളെ ആക്ഷേപിക്കും ഒരു പരിപാടി അത് ചെയ്യത്തില്ല. ഉറപ്പായിട്ടും ചെയ്യത്തില്ല. കുഞ്ഞിന് വേണ്ടിയല്ല. പക്ഷെ മറ്റേ പുണ്ടച്ചയും കൊണ്ട് ഞാൻ മേടിപ്പിക്കും. അവനെ കൊണ്ട് ഞാൻ PS6 മേടിപ്പിക്കും. കൊച്ചിനെ മിമിക്രി ചെയ്ത് പറഞ്ഞല്ലേ? അതെ. ഞാൻ ആദ്യമുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ കുഞ്ഞിന്റെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ അമ്മ എന്നൊന്നും അല്ല, PS6 ചെവിയില് ബാക്കിയുള്ളവരടുത്തൊക്കെ പേര് പറയാം. പക്ഷെ കൊച്ചിന്റെ ചെവിയിൽ ഇങ്ങനെ PS6 വീട്ടിലും PS6 അങ്ങനെ പറയാം. അങ്ങനെ വീട്ടില് അവനൊന്ന് വായിന്ന് ആദ്യം അത് വരാൻ അവനോ അവളോ വായിന്ന് എന്തോ വരുന്നതെന്ന് വെച്ചാൽ അത് PS6 ഒന്നായിരിക്കണം. അത് പറഞ്ഞ് മേടിപ്പിക്കും. എന്നാ സെൽഫ് കോൺഫിഡൻസ് വേണ്ട. എന്താ അയ്യോ ഇപ്പൊ പറഞ്ഞു തീർത്തേ ഉള്ളൂ ബ്രോ. എല്ലാം കുഞ്ഞിന്റെ ഒരു കാര്യം വന്നോണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മുന്നോട്ട് നീക്കി വെച്ചതാ. എന്നാ ഒരു കുപ്പി ഹോർലിക്സ് വാങ്ങിട്ട് വരാം. എടാ ഹോർലിക്സ് ഒന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൂടാ. നമുക്ക് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. ഇത്രയും നാളെ ഈ വീട്ടിൽ വന്ന് നിൽക്കാത്തവൻ കുഞ്ഞ് ജനിക്കാറായപ്പോ ഇവിടെ വന്ന് നിൽക്കുക. കൊണ്ടുവരുന്ന മുട്ടായി, സ്വീറ്റ്സ്, ഇതൊക്കെ തിന്നാനുള്ള മെയിൻ ഉദ്ദേശമാണ്. മനസ്സിലായ? ഇതാണ് ഇവന്റെ മെയിൻ ഉദ്ദേശം. ഞാനിപ്പം ഇന്നലെ അവളെയും കൊണ്ട് 2 ദിവസമായിട്ട് കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടവും അതും ഇതൊക്കെ മേടിക്കുന്ന കടയിൽ പോയിട്ട് ഇതൊക്കെ പോയി. അവിടെ പോയി കുഞ്ഞിൻ്റെനേക്കാളും കൂടുതൽ ഇവന്റെ കളിപ്പാട്ടങ്ങൾക്കാണ് ഞാനിപ്പോ പൈസ കൊടുക്കണേ. കളിപ്പാട്ടം മേടിക്കുക, ലൂഡോ കാർഡ് മേടിക്കുക, ഇതൊക്കെയാണ് ഇവന്റെ പരിപാടി. ഇവൻ മറ്റേ മാമനാവൻ വന്നിരിക്കണാണ് ഇവിടെ. എക്സ്പെൻസീവ് ആണ്. ഇവൻ മാമനാവൻ വന്നിരിക്കണാണ് ഇവിടെ, കുഞ്ഞിന്റെ മാമൻ. മെയിനായിട്ട് ഇപ്പൊ ഇവന്റെ പുതിയ ഉദ്ദേശം എന്താണെന്ന് അറിയോ? മറ്റേ വലിയ വണ്ടി ഇല്ലേ കയറി ഇരുന്ന് ഓടിക്കുന്ന, കാലം കൊടുക്കുന്നത്. കുഞ്ഞിന് അടുത്ത് പോകുമ്പോ വാങ്ങിക്കണം കുഞ്ഞിന് വേണ്ടിട്ട്. എടാ അത് കുഞ്ഞ് വളർന്ന് വലുതായിട്ട് മേടിക്കാം. അതൊരിക്കലും എനിക്കൊക്കെ ഓടിക്കാമല്ലോ.
ഇവിടുന്ന് കലഞ്ഞൂരൊക്കെ പോവാം, പാലൊക്കെ വാങ്ങാൻ പോവാം. അണ്ണാ PS5 ഞാൻ കൊണ്ടുവരാം. PS5 എൻ്റെ ഉണ്ട്, സ്പൈഡർ പ്രോ PS6. അണ്ണാ വിശ്വ മ്യൂസിക്കിനെ അറിയാമോ? ഒരു മിനിറ്റ്, വിശ്വ അറിയാമോ? എന്താ സിമ്പിൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് എടുക്കുവോ? ഓ ഇത് വിശ്വനാണല്ലേ? സൗണ്ട് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. വിശ്വ അറിയോ? പിന്നെ വിശ്വ അറിയാമോ? ഇന്നലെ കൂടെ കണ്ടില്ലേ ഉള്ളൂ. വിശ്വയുടെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ? ഒരു പാട്ട് ഭയങ്കര ഫേമസ്, ഇന്നെന്റെ ബാഡ് ഡേ. സ്ഥിരം കാണാനുള്ള അലാറം അതാണ്. അച്ഛൻ വിളിക്കുമ്പോ അത് കേൾക്കും, ഇന്നെന്റെ ബാഡ് ഡേ എന്ന് കേൾക്കും. ഞാൻ ഭയങ്കര ഫാനാണ് വിശ്വയുടെ. വിശ്വ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ KFC കഴിക്കാം. മാംഗോ ചില്ലി ആരാ? വിശ്വയുടെ കൂടെ ഒരു മാംഗോ ചില്ലി അരയെടുത്ത് KFC ഓൾറെഡി ഫോളോയ്ക്കാണ്. അച്ഛൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോയ്ക്കാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഫാമിലി ആയിട്ട് സബ്സ്ക്രൈബേഴ്സ് ആണ്. ഓക്കെ അതറിയാ മതി. എന്തൊക്കെ സാധനങ്ങളല്ലേ എന്റെ ആളിയാ, എനിക്ക് പറയുള്ളൂ. അല്ലാതെ വേറൊരു സെൻസിൽ ഞങ്ങൾ ഈ പറഞ്ഞത് എടുക്കുക. കളിയാക്കിയതൊക്കെ ഓക്കെയാണ്, പക്ഷെ നാളെ ബോബിന്റെ ട്രാക്ക് ഇറങ്ങി പോകുമ്പോ അയ്യോ. ഐഫോൺ സ്പൈഡർമാൻ ബ്രോ, താങ്ക് യു സോ മച്ച് 29 അവോയ്ഡ് മ്യൂസിക് ബ്രോ. അപ്പോൾ ഗൈസ് ഞാൻ കൂടുതലായിട്ട് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല, എല്ലാം സെറ്റായിട്ട് ഞാൻ വരാം, ഉടനെ വരാം. അപ്പോൾ ഒരു മാക്സിമം ഒരു 10 ദിവസത്തിനകത്ത് എല്ലാം കുഞ്ഞിൻ്റെ ഡെലിവറി എല്ലാം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് സമാധാനത്തോടെ നമുക്ക് എല്ലാവർക്കും ഇത് സംസാരിക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതുപോലെ ടൈം കിട്ടുമ്പോൾ ലൈവ് വരാം, അതായിരിക്കും നല്ലത്. അപ്പോൾ ബൈ, അപ്പോൾ നാളെ കാണാം. അവോയ്ഡ് മ്യൂസിക് ബ്രോ, താങ്ക് യു സോ മച്ച്. വൺസ് തന്നെയാണ് അടിക്കും ഇപ്പൊ അതിന്. എന്ത് പറ്റിയതായിപ്പോ നിനക്ക്? എല്ലാം കണ്ടുപിടിച്ച് വെച്ചേക്കാം. നോക്കി വെച്ചോ? വേർപെടും